ഒരു ട്രെയിൻ യാത്രയ്ക്കിടെ 2 നവവധുക്കൾ പരസ്പരം സ്ഥാനം മാറിപ്പോകുന്നു. ഈ സാഹചര്യത്തിൽ അവരുടെ ചിന്തകളും പ്രവർത്തികളും എന്തൊക്കെയാവും? ഇങ്ങനെയുള്ള 2 നവവധുക്കളുടെ കഥ പറയുന്ന സിനിമയാണ് ലാപത്ത ലേഡീസ്. കിരൺ റാവുവിൻ്റെ സംവിധാന മികവിൽ പിറന്ന ഈ സിനിമയിൽ ഗ്രാമീണ ഇന്ത്യയിലെ സ്ത്രീകളും സമൂഹം സ്ത്രീക്ക് വേണ്ടി നിർമ്മിച്ച ചട്ടക്കൂടുകളുടെ ഉള്ളിലെ അവരുടെ ജീവിതവുമാണ് പ്രമേയം. ഗൂങ്കഡ് അഥവാ മുഖം മറയ്ക്കുന്ന ശിരോവസ്ത്രം സ്ത്രീകളുടെ മുഖം മാത്രമല്ല, വ്യക്തിത്വവും സ്വപ്നങ്ങളും കൂടെയാണ് മറച്ചു വെക്കുന്നത്. സിനിമയുടെ അവസാനത്തിൽ ഈ 2 പെൺകുട്ടികളും അവരവരുടെ ജീവിതത്തിന് പുതിയ അർത്ഥതലങ്ങൾ കണ്ടെത്തുന്നുണ്ട്. ഫെമിനിസം എന്നാൽ എന്താണെന്ന് വളരെ സരളവും എന്നാൽ മനോഹരമായ രീതിയിൽ ഈ സിനിമ വരച്ചു കാട്ടുന്നു. ഒട്ടും അലോസരപ്പെടുത്താത്ത രീതിയിൽ രസകരമായാണ് ഈ ചിത്രം ചിത്രീകരിച്ചിരിക്കുന്നത്. ഒരു പടം കണ്ടിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ക്ലൈമാക്സ് എങ്ങനെ ആയിരിക്കണമെന്നുള്ള ആകാംക്ഷ തോന്നിപ്പിക്കുന്നത് ആ സ്ക്രിപ്റ്റിൻ്റെ മികവ് തന്നെയാണ്. എല്ലാം പുതുമുഖങ്ങളാണ്. ജയ ആയിട്ട് പ്രതിഭ റാന്തയും, ഫൂൽ കുമാരിയായിട്ട് നിതാൻഷി ഗോയലും, ദീപക് കുമാറായിട്ട് സ്പാർ ശ്രീവാസ്തവുമാണ് കഥയിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ. റാം സമ്പത്തിൻ്റെ മ്യൂസിക് സിനിമയുടെ ആത്മാവാണ്. മികാഷ് നാവലയുടെ ക്യാമറയും ജബിൻ മർച്ചിൻ്റെ എഡിറ്റിംഗ് മികച്ചതായിരുന്നു. അമീർ ഖാൻ പ്രൊഡക്ഷനാണിത്. അമീർ ഖാൻ്റെ മുൻ ഭാര്യയായ കിരൺ റാവുവാണ് പടത്തിൻ്റെ സംവിധായിക. ലാപത്ത ലേഡീസ് ട്രെയിൻ യാത്രയ്ക്കിടെ കാണാതായ പെൺകുട്ടികളുടെ കഥ മാത്രമല്ല ഇത്. വിവാഹശേഷം ഐഡൻറ്റിറ്റി നഷ്ടപ്പെട്ടു പോയ സ്ത്രീകളുടെ കഥ പറയുന്നതാണ് ഈ പടം. അങ്ങനെ ആക്ഷേപഹാസ്യത്തിലൂടെ സിനിമ അതിൻ്റേതായ രാഷ്ട്രീയം മനോഹരമായി സംസാരിക്കുമ്പോൾ തന്നെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം നൽകുന്നതിൻ്റെ പ്രാധാന്യവും സ്വന്തമായി വരുമാനം ഉണ്ടാക്കുന്നതിൻ്റെ ആവശ്യകതയും ഒപ്പം ദീപകിൻ്റെ ഭാര്യയോടുള്ള ആത്മാർത്ഥമായ സ്നേഹവുമാണ് ഈ സിനിമയിൽ അടയാളപ്പെടുത്തുന്നത്.